നവീൻ ചുണ്ടിലൊരു പുഞ്ചിരിയുമായി ഉറങ്ങാനായി പോയി. ലക്ഷ്മി അനന്തനെ നോക്കി. ഇതാണ് നല്ല സമയം, നിങ്ങൾ പോയി സംസാരിക്കൂ. അയാൾ നവീൻ്റെ പുറകെ റൂമിലേക്ക് ചെന്നു. മോനെ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്താ അച്ഛാ? എന്നോടെന്തോ പറയാനുണ്ടല്ലോ. എന്താ മോൻ്റെ തീരുമാനം? അച്ഛൻ എന്തിനെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്? പാർവതി മരിച്ചു, നിനക്കൊരു ജീവിതം വേണ്ടേ? എത്ര നാൾ ഇങ്ങനെ തന്നെ ജീവിക്കും? ഞങ്ങൾ അതങ്ങ് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? നീയും തങ്കവുമായുള്ള വിവാഹം. അവൻ്റെ കണ്ണ് മിഴിഞ്ഞു. അങ്ങനെ ഒരു ലോട്ടറി പ്രതീക്ഷിച്ചതല്ല, കുറേ നാളായി മനസ്സിലുള്ള ആഗ്രഹമാണ്. പിടിതരാതെ നടക്കുന്ന മാൻപേട. ഈ പറ്റിൽ തൻ്റെ ആഗ്രഹം സാധിക്കും. എന്താ നീ ആലോചിക്കുന്നത്? അവളോട് സംസാരിച്ചോ? ഇല്ല, നിന്നോട് സംസാരിച്ച് നിന്റെ സമ്മതം അറിഞ്ഞിട്ട് വേണമല്ലോ. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതമാണ്. അല്ലെങ്കിലും മേഘ്നയെ വിളിച്ചിട്ട് കാര്യമില്ല. പുതിയതിനോട് എനിക്ക് താല്പര്യം. അവൻ മനസ്സിൽ ചിരിച്ചു. ശരി മോനെ, ഉറങ്ങിക്കോളൂ. നാളെ മുതൽ കടയിൽ പോകണമല്ലോ. അച്ഛന് സന്തോഷമായി. ഞാനും അമ്മയും കൂടി അവളോട് സംസാരിക്കാം. സിയോന ഓഫീസിലായിരുന്നു. അവൾ 3 പേരുടെയും മൃതദേഹത്തിൻ്റെ വിഷ്വൽസ് പരിശോധിക്കുകയായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഏതോ ഷാർപ്പ് ഐറ്റം വെച്ചുള്ള മുറിവുണ്ടായിരുന്നു. 3 പേരുടെയും ഹെവി ബ്ലഡ് ലോസ് ആണ് മരണകാരണം. കോൾ റെക്കോർഡ് പരിശോധിച്ചതിൽ 3 പേർക്കും ക്ലീൻ ഇമേജ് ഇല്ല. മയക്കുമരുന്ന് ഉപയോഗം കണ്ടെത്തിയിട്ടുണ്ട്. മാഡം, എന്താ നമ്മുടെ അടുത്ത നീക്കം? അബിൻ ചോദിച്ചു. അവരുടെ 3 പേരുടെയും ഫാമിലി ഹിസ്റ്ററി പരിശോധിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ശത്രുതയോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന്. മാഡം, ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് ഏതോ മൃഗമാണ് കടിച്ചു പറിച്ചിരിക്കുന്നത്, ബിന്ദു പറഞ്ഞു. എ വെൽ ട്രെയിൻഡ് ആനിമൽ. കില്ലർ ഭയങ്കര ബുദ്ധിമാനാണ്. ഒരു തെളിവ് പോലും അവശേഷിപ്പിച്ചില്ല. ഒരു വിരലടയാളം പോലും അവിടെയെങ്ങുമില്ല. പക്ഷേ ആ മുറിവ് എങ്ങനെ ഉണ്ടായി? ശരി, എനിക്ക് നേരത്തെ പോകണം, സിയോന പറഞ്ഞു. എന്താ മാഡം? ബിന്ദു ചോദിച്ചു. പ്രണവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. ആഹാ, ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ലേ? അയ്യോ, ആഘോഷമൊന്നും അവനിഷ്ടമല്ല. രാവിലെ അമ്പലത്തിൽ പോകും, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കും. എൻ്റെയും അമ്മയുടെയും നിർബന്ധം കാരണം ഒരു കേക്ക് മുറിക്കും. നിങ്ങൾക്ക് ഞാൻ നാളെ ചെലവ് ചെയ്യാം. പോരെ? അബിനും ബിന്ദുവും ചിരിച്ചു. പ്രണവിന് എന്ത് ഗിഫ്റ്റ് വാങ്ങും? എന്തു വാങ്ങിയാലും തനിക്ക് തൃപ്തിയില്ല. അമ്മയോട് ചോദിച്ചാലോ? അവൾ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു. അമ്മേ, പ്രണവിന് എന്താ ഗിഫ്റ്റ് വാങ്ങുക? ഓഹോ, നിന്റെ കെട്ടിയോൻ എന്താ വാങ്ങേണ്ടതെന്ന് എന്നോടാണ് ചോദിക്കുന്നത്. പറ അമ്മേ. അവൾ ചിണുങ്ങി. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ ബർത്ത്ഡേ അല്ലേ? നിനക്കെന്ത് തോന്നുന്നു അത് വാങ്ങ്. ഇത് പറയാനാണോ ഞാൻ അമ്മയെ വിളിച്ചത്? എന്തു ചെയ്യാനാ, പാവം ഞാൻ. എൻ്റെ അമ്മയ്ക്ക് ഒരു കലാബോധം ഇല്ല. എടി, നിന്നെ ഞാൻ. നീ ഇങ്ങോട്ട് വാ. അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു. 1 മണിക്കൂറിനുള്ളിൽ അവൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. അമ്മേ, നമുക്ക് അങ്ങേർക്ക് നാളെ ഒരു സർപ്രൈസ് കൊടുക്കണം. അവന് ഇഷ്ടമല്ല, നിനക്കറിയില്ലേ? അതൊക്കെ ജാടിയല്ലേ, നമുക്ക് മാറ്റിയെടുക്കാന്നേ. അവൾ റൂമിലേക്ക് പോയി. അവൾ മുറിയിലേക്ക് കയറിയപ്പോഴാണ് വാഷ്റൂമിൽ നിന്നും പ്രണവ് പുറത്തേക്ക് വന്നത്. മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീഴുന്നു. ടവൽ ചുറ്റിയിരിക്കുന്നു. മഹാദേവ എന്ന് എഴുതിയിരിക്കുന്ന ലോക്കറ്റുള്ള സ്വർണമാല നെഞ്ചിലെ രോമത്തിനിടയിലൂടെ പറ്റിച്ചേർന്ന് നെഞ്ചിനെ ചുംബിച്ച് കിടക്കുന്നു. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവന് നാണം തോന്നി. നീ എന്താ എൻ്റെ ചോര ഊറ്റി കുടിക്കുന്നത്? അപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധം ഉണ്ടായത്. അത് പിന്നെ ഇങ്ങനെയൊക്കെ വന്നു നിന്നാൽ? അവൾ നാക്ക് കടിച്ചു. നിന്നാൽ? അവൻ ചോദിച്ചു. ഞാൻ നോക്കും, അത്ര തന്നെ. നിനക്ക് പിന്നെ വായു നോട്ടത്തിൽ മാസ്റ്റർ ഡിഗ്രി ആണല്ലോ. അവൾ ചെന്ന് അവൻ്റെ കയ്യിൽ കടിച്ചു. എനിക്ക് വേദനിക്കുന്നു, വിടടി. ആരെയാണ് ഞാൻ വായി നോക്കിയത്? ഈ എന്നെ തന്നെ. നീ എൻ്റെ ആരാ? അവൾ ചോദിച്ചു. ആരാ? അവൻ തിരിച്ചു. ഓഹോ, ഇപ്പോൾ അങ്ങനെയായി. അവൻ കബോർഡ് തുറന്ന് ഷർട്ടും മുണ്ടും എടുത്തു ധരിച്ചു. മുടി ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി. നീ എന്താ നേരത്തെ വന്നത്? ചുമ്മാ. അതോ എന്നെ മിസ് ചെയ്തോ? പ്രണവ് ചോദിച്ചു. നീ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ കുളിച്ചിട്ട് വരാം, അവൾ പറഞ്ഞു. ഞാൻ സഹായിക്കണോ? അച്ചോടാ, നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, അതൊന്നുമില്ല. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടാ. അവൾ അതും പറഞ്ഞ് സാരിയും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. പ്രണവ് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കുകയാണ്. 24 മണിക്കൂറും ഇത് തന്നെ. സിയോന പെറുപുറുത്തു. അവൾ പുറത്തേക്ക് വന്ന് ദേഷ്യം സ്വയം അടക്കി ബാൽക്കണിയിലേക്ക് പോയി. പ്രണവ് അവളുടെ അടുത്തേക്ക് ചെന്ന് കുനിഞ്ഞവളെ കൈകളിൽ വാരിയെടുത്തു. പെട്ടെന്നുള്ള നീക്കമായിരുന്നതിനാൽ അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. കട്ടിലിൽ ഹെഡ് ബോർഡിൽ അവളെ ചാരിയിരുത്തി. സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ അണിയിച്ചു. കൈ അവളുടെ ഇടുപ്പിൽ ചുറ്റി. സിയു, അവൻ വിളിച്ചു. അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിലാക്കി. പ്രണവ് അവളുടെ ചുണ്ടുകൾ കവർന്നു. കണ്ണുകൾ അടച്ച് അവൾ അത് ആസ്വദിച്ചു. ചുംബനങ്ങൾ കൊണ്ട് അവൻ അവളെ മൂടി. അവളുടെ ആദരം നുകർന്നുകൊണ്ടിരുന്നു. നാക്കുകളെ തമ്മിൽ അത് ബന്ധിപ്പിച്ചു. നീയാണ് എൻ്റെ സ്വർഗം സിയു.
നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതിലും ഒരുപാട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, സിയോന പറഞ്ഞു. നിങ്ങളാണ് എൻ്റെ പുഞ്ചിരി, എൻ്റെ കണ്ണുനീർ തുള്ളികളും നിങ്ങളാണ്. എൻ്റെ ആകാശവും ഭൂമിയും നിങ്ങളാണ്. എൻ്റെ ഓരോ യാത്രയിലും ഞാൻ പോകുന്നിടത്തെല്ലാം നിങ്ങളെ കാണാറുണ്ട്. അവൻ്റെ പ്രണയം അവളിലേക്കൊരു മഴ പോലെ പെയ്തിറങ്ങി. അവളുടെ കവിളിലും നെറ്റിയിലും കഴുത്തിലുമെല്ലാം അവൻ ഉമ്മ വെച്ചു. അവളുടെ സാരി വലിച്ചു മാറ്റി ഓരോ വസ്ത്രവും പറിച്ചെറിയപ്പെട്ടു. നാണത്തോടെ അവൾ കണ്ണടച്ചു. ശ്വാസങ്ങൾ പോലും ഇഴചേർന്ന് അവളുടെ ചുംബനത്തിൽ ലയിച്ചു. ഇരുമയും ഒന്നായി. അവൾ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു. ഇനി ആരോടും പോയി കന്യകയാണെന്ന് പറഞ്ഞേക്കരുത്. അവൾ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. അമ്മ തിരക്കി വരും, താഴേക്ക് പോകാം. അവൾക്ക് നാണം വരുന്നുണ്ടായിരുന്നു. അയ്യോ ചോര. എവിടെ? അവൻ ചോദിച്ചു. എൻ്റെ ചുണ്ടിൽ. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അത് തുടച്ചു. മെല്ലെ അതിൽ ചുണ്ട് ചേർത്തു. അമ്മ കണ്ടാലേ എന്ത് വിചാരിക്കും? അമ്മയുടെ മോന് ഒരാണാണെന്ന് മനസ്സിലാകും. ഛേ, നാണക്കേട്. വേണ്ടായിരുന്നോ? പ്രണവ് അവളോടായി ചോദിച്ചു. അവൾ മുഖം പൊത്തി പിടിച്ചു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് പ്രണവ് എഴുന്നേറ്റത്. അവൻ കണ്ണു തുറക്കാതെ തന്നെ വലതുവശത്തെ ടേബിളിൽ തപ്പി നോക്കി. ഇത്ര പെട്ടെന്ന് നേരം എടുത്തോ? അവൻ ഫോൺ എടുത്ത് കണ്ണു തുറന്നു നോക്കി. സിയു. അപ്പോഴാണ് അവൻ വലതുവശത്തേക്ക് നോക്കിയത്. ബെഡിൽ കാണുന്നില്ല. നീ എവിടെയാ? എപ്പോഴെഴുന്നേറ്റ് പോയി? ഞാൻ അറിഞ്ഞില്ല. താഴെ ഇറങ്ങി വാ. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ഈ പാതിരാത്തേക്ക്? ഒന്ന് വാ, എനിക്ക് സുഖമില്ല. അവൻ വേഗം ഫോൺ ബെഡിലേക്ക് ഇട്ട് ചാടി എഴുന്നേറ്റു. താഴെ ചെന്നപ്പോൾ ലൈറ്റ് ഓഫാണ്. എല്ലായിടത്തും ഇരുട്ട്. എവിടെയാ നീ? പ്രണവ് കലിപ്പിലാണ്. രാത്രി വിളിച്ചതിൻ്റെ കലിപ്പാണ്. പെട്ടെന്നാണ് അവിടെ മ്യൂസിക് ഓണായത്. ലൈറ്റും തെളിഞ്ഞു. അവൻ്റെ മേലെ വന്നു വീണുന്ന വർണ്ണക്കടലാസുകൾ അവൻ സന്തോഷത്തോടെ മുകളിലേക്ക് നോക്കി. ഹാള് മുഴുവൻ ബലൂണും തോരണവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ മോനെ, അച്ഛനും അമ്മയും പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ഇവളാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, അച്ഛൻ പറഞ്ഞു. അവൻ അവളുടെ തലയിലൊന്ന് ചോണ്ടി. എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് നിനക്കറിയില്ലേ? അവൾ ചുണ്ടിൽ വിരലമർത്തി മിണ്ടരുതെന്ന് കാണിച്ചു. അവൻ അതിനൊന്ന് ചിരിച്ചു. വാ, കേക്ക് മുറിക്കാം. അപ്പോഴും ബർത്ത്ഡേ മ്യൂസിക് കേൾക്കാമായിരുന്നു. അവൻ കേക്ക് മുറിച്ചു. അച്ഛനും അമ്മയ്ക്കും സിയുവിനും വായിൽ വെച്ചു കൊടുത്തു. അവർ തിരിച്ചു. ഹേമ ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു. ചേച്ചി കഴിക്കാൻ എടുക്കട്ടെ? കല്യാണി ചോദിച്ചു. വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. സാർ ഇതുവരെ വന്നില്ലല്ലോ, കല്യാണി പറഞ്ഞു. മോൾക്ക് ഫുഡ് കൊടുത്തോ? ഹേമ ചോദിച്ചു. മോൾക്ക് പപ്പ വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാറിൻ്റെ സൗണ്ട് കേട്ടു. ഹേമ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്ത് താമസിച്ചത്? ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. കിട്ടിയോ? അയാൾ അമർത്തി മൂളി. എങ്ങനെയാ? എന്നെ പോലെയാണോ അതോ ഏട്ടനെ പോലെയോ? നീ ഒന്ന് ശാന്തമാക്, ഞാൻ പറയാം. ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ചേട്ടൻ വാ. മോളെ വിളിക്കാം. അവളും കഴിച്ചില്ല. ശരി, മോളെ വിളിക്ക്. കല്യാണി ആഹാരം വിളമ്പി വെച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഹേമചന്ദ്രൻ മോളെയും കൂട്ടി മുറിയിലേക്ക് പോയി. മോൾ എന്തെടുക്കുമായിരുന്നു? പടം വരയ്ക്കുകയായിരുന്നു. എന്താ മോള് ചോറുണ്ണാതെ അച്ഛനെ കാത്തിരുന്നേ? അച്ഛൻ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നു. അയാൾ പോക്കറ്റിൽ നിന്നും 2 മഞ്ചെടുത്ത് അവൾക്ക് കൊടുത്തു. ഒരുപാട് കഴിക്കേണ്ട കേട്ടോ, മോളുടെ പല്ല് കേടാവും. മോൾക്ക് പുറത്തു പോകാൻ തോന്നുമ്പോൾ ഇനി അച്ഛനോട് പറഞ്ഞാൽ മതി, വേറെ ആരുടെയും കൂടെ പോകണ്ട. ഐസ്ക്രീമോ ചോക്ലേറ്റോ വേണമെങ്കിൽ അതും അച്ഛനോട് പറയണം. എന്നും അച്ഛൻ വാങ്ങി തരില്ല കേട്ടോ. മോൾ പടം വരച്ചു കഴിഞ്ഞോ? അച്ഛനെ കാണിച്ചു തരാം, പൗർണമി പറഞ്ഞു. ഹായ്, നല്ല പടാണല്ലോ. ഇത് അച്ഛനും അമ്മയും, ഇത് ചേച്ചി. ഇതാരാ? ഹേമചന്ദ്രൻ ചോദിച്ചു. ചേട്ടായി. നവീൻ ചേട്ടായി? അവൾ തലകുലുക്കി അതേന്ന് കാണിച്ചു. മോൾക്ക് ചേട്ടായിയെ ഒത്തിരി ഇഷ്ടമാണോ? അവൾ വീണ്ടും തലകുലുക്കി. പുറത്തു പോകുമ്പോൾ ചേട്ടായി എവിടെയൊക്കെ കൊണ്ടുപോകും? മിഠായി വാങ്ങിത്തരും, ഐസ്ക്രീം വാങ്ങിത്തരും, എൻ്റെ കൂടെ കളിക്കും. ഡോക്ടർ ചേട്ടന്മാരും. ഡോക്ടർ ചേട്ടന്മാരോ? അതെ, അവർ എപ്പോഴാണ് വരുന്നത്? ഞങ്ങൾ കാറിൽ പോകുമ്പോൾ അവരും വരും, എനിക്ക് മിഠായി തരും. നല്ല ചേട്ടന്മാരാ. ഹേമചന്ദ്രൻ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ അയാളുടെ ഗ്യാലറിയിൽ നിന്നും എടുത്തു. ഇതാണോ ഡോക്ടർ ചേട്ടൻ? അവൾ തലകുലുക്കി. ഹേമചന്ദ്രൻ അടുത്ത ഫോട്ടോയും എടുത്തു. ഒരാൾ ഇതാണോ? അതെ അതെ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ഫോട്ടോ കൂടി എടുത്തു. ഈ ചേട്ടനെ അറിയാമോ? ചിലപ്പോൾ ഈ ഡോക്ടറും വരും, എൻ്റെ കൂടെ കളിക്കും, എല്ലാവരും എനിക്ക് മിഠായി തരും. മോൾ വരച്ചോ, അച്ഛൻ പിന്നെ വരാം. അയാൾ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഹേമ ബെഡ്റൂമിൽ ഇരിക്കുകയായിരുന്നു. അയാൾ അവളുടെ അരികിൽ ചെന്നിരുന്നു. അയാളുടെ ബാഗിൽ നിന്നും ഒരു കവർ പുറത്തെടുത്തു. ആ കവറിൽ നിന്നും ഒരു പടം പുറത്തേക്കെടുത്തു. വരച്ച പടമായിരുന്നു. അയാൾ അത് അവളെ കാണിച്ചു.
അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നത് അയാൾ കണ്ടു. ഇതെന്താ, നമ്മുടെ മോൻ്റെ ഫോട്ടോ അല്ലേ ഞാൻ ചോദിച്ചത്? ഇത് പ്രണവ് മഹാദേവല്ലേ? അയാൾ അതേന്ന് പറഞ്ഞു. എന്താ ചേട്ടാ ഇതൊക്കെ? ഞാൻ നമ്മുടെ മോൻ്റെ ഫോട്ടോ വരപ്പിക്കാനല്ലേ പറഞ്ഞത്? നമ്മുടെ മോൻ്റെ ഫോട്ടോ നോക്കി തന്നെയാണ് അദ്ദേഹം വരച്ചത്. അപ്പോൾ ഇത് നമ്മുടെ മോൻ. ഹേമ സന്തോഷവും സങ്കടവും ഒരുപോലെ വന്നു. തൻ്റെ മോൻ ഇവിടെ വന്നിട്ടും തിരിച്ചറിയാതെ പോയല്ലോ. അപ്പോൾ മോൻ അറിയാമായിരുന്നോ? ഇത് മാത്രം കണ്ടിട്ട് നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റില്ല ഹേമ. നമ്മുടെ കയ്യിൽ മറ്റൊരു തെളിവുമില്ല. ഏട്ടൻ ഓർക്കുന്നില്ലേ അവൻ്റെ കയ്യിൽ ഒരു വലിയ മറുകുള്ളത്? അത് നോക്കിയാൽ അറിയാൻ പറ്റില്ലേ? അത് നോക്കാനായി അവരുടെ വീട്ടിൽ പോകാൻ പറ്റുമോ? പക്ഷേ അത് മഹാദേവൻ്റെ മോനല്ലേ. അവർക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മകൾ വിദേശത്ത് എവിടെയോ ആണ്. മകളുടെ പേര് എന്താണെന്ന് അറിയുമോ ചേട്ടന്? അറിയില്ല, അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, ഹേമചന്ദ്രൻ പറഞ്ഞു. അതെന്തിനാ മകളുടെ പേരറിയുന്നത്? അത് ചേട്ടാ, മകൻ്റെ പേര് പ്രവീൺ എന്നല്ലേ? മകൾക്ക് അതുപോലെ തന്നെ ചേരുന്ന പേരാണോ ഇട്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. ആ സമയത്തൊക്കെ ഏകദേശം എല്ലാവർക്കും ചേരുന്ന പേരിടാറുണ്ട്. ചേട്ടൻ കേക്ക് വാങ്ങിയോ? വാങ്ങി, വൈകുന്നേരം മുറിക്കാം. ഒരു കാര്യം ചെയ്താലോ? അത് നമ്മുടെ മോനാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേയും ഇന്നായിരിക്കുമല്ലോ. അവരുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷം ഫേസ്ബുക്കിൽ കാണില്ലേ? ചേട്ടൻ വേഗം ഫേസ്ബുക്കിൽ നോക്ക്. ഹേമചന്ദ്രൻ വേഗം പ്രണവിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കി. കുറേ പ്രണവ് കാണിക്കുന്നുണ്ടല്ലോ. താഴോട്ട് നോക്കൂ, അതിൽ കാണും. ഇല്ല ഹേമ, ഒന്നും വരുന്നില്ല. വേറെ കുറേയുണ്ട്. മോൻ്റെ ഒന്നും കാണുന്നില്ല. ഹേമയുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു. അവൾ സ്വന്തം ഫോൺ എടുത്ത് നോക്കി. മോന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല എന്ന് തോന്നുന്നു. സിയോന മാഡത്തിനുണ്ടാകുമോ? ഹേമ നോക്കി. SP സിയോന എന്നടിച്ചപ്പോൾ നോട്ട് മാച്ചിങ് എന്ന് കാണിച്ചു. ഇനി എന്ത് ചെയ്യും? എങ്ങനെ അറിയും? ഒരു കാര്യം ചെയ്യാം, സിയോന മാഡത്തിൻ്റെ നമ്പറിലേക്കൊന്ന് വിളിക്കാം. ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചതാണെന്ന് പറയാം. ബർത്ത്ഡേ ആണെങ്കിൽ അറിയാമല്ലോ. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ എന്തു പറയും? അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ ചേട്ടാ. എങ്കിൽ നീ വിളിക്ക്. ശരി, ഞാൻ വിളിക്കാം. ഹേമ സിയോനയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, സിയോന മാഡം അല്ലേ? അല്ലല്ലോ, ഞാൻ അവളുടെ അമ്മയാണ്. മോളിന്ന് അവധിയാണ്, കുളിക്കുകയാ. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ അല്ലേ, ഒന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആഹാ, മോൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചതാണോ? മോള് പറഞ്ഞതായിരിക്കും അല്ലേ? കുളിച്ചിട്ട് വരുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കാൻ പറയാം. അയ്യോ വേണ്ട, മോനെ ഒന്ന് വിഷ് ചെയ്യാൻ വിളിച്ചതാണ്. ആരാമ്മ? പ്രണവ് മുകളിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആ, അവൻ വന്നല്ലോ, ഞാൻ കൊടുക്കാം. മോനെ വിഷ് ചെയ്യാൻ വിളിച്ചതാ. പ്രണവ് ഫോൺ വാങ്ങി ഹലോ എന്ന് പറഞ്ഞു. ഹേമയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോനെ, അവൾ മെല്ലെ വിളിച്ചു. ജന്മദിനാശംസകൾ. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഹേമ കരഞ്ഞുപോയി. അവൾ ഹേമചന്ദ്രൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഹേമചന്ദ്രൻ ഫോൺ വാങ്ങി. ഹലോ മോനെ, ജന്മദിനാശംസകൾ. അച്ഛൻ, അവൻ പറഞ്ഞു. നിങ്ങളെങ്ങനെ? സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പിന്നെ വിളിക്കാം, ഹേമചന്ദ്രൻ പറഞ്ഞു. ആരായിരുന്നു മോനെ? അച്ഛൻ. അമ്മയോട് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ അവിടെ പോയ കാര്യം? അവർക്കറിയാമോ? ഇല്ല, ഇതുവരെ ഇല്ല. അമ്മയുടെ മുഖം മാറുന്നത് അവൻ കണ്ടു. അമ്മ ഇന്നെന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്? അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ അവർ അവനെ കാണാതെ തുടച്ചു.